മനീഷ് മഹിപാൽ, ഡി മണിയെ സംബന്ധിച്ച സസ്പെൻസ് തുടരുകയാണ്. ഡി മണി എന്ന് പറഞ്ഞ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്ന മണി പറയുന്നു താൻ ഡി മണിയല്ല എം സുബ്രഹ്മണിയാണെന്ന്. അതിൽ ഈ പേരിലുള്ള ഇനിഷ്യലിലുള്ള ഒരു തർക്കം മാത്രമാണോ? അങ്ങനെ അറിയപ്പെടുന്ന ഒരാളാണ് ഡയമണ്ട് മണിയെന്നും അതുപോലെ ഡിണ്ടിഗൽ മണിയെന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു മണിയാണ് ഇതിനു പിന്നിൽ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരാൾ എന്ന നിലയിൽ നേരത്തെ ചില ആരോപണങ്ങൾ വന്നതുമാണ്. രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ പ്രവാസി വ്യവസായിയിൽ നിന്നൊക്കെ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡി മണിയിലേക്കൊക്കെ അന്വേഷണം പോയത്. അത് ഈ നിലയിൽ ഈ ഡി മണി എന്ന് പറയുന്ന ആളെക്കുറിച്ചുള്ള സസ്പെൻസ് ഇപ്പോഴും തുടരുമ്പോൾ എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? മനീഷ്. ബി ദിലീപ് കുമാർ, നിലവിൽ ഈ പേരുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ തുടരുകയാണ്. പക്ഷേ SITയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു മണിയെ തേടി എത്തിയതല്ല. അല്ലെങ്കിൽ ആള് മാറി ഒരാളെ ചോദ്യം ചെയ്ത് അയാളെ വിട്ടയക്കേണ്ട രീതിയിലേക്കല്ല SIT വന്നിരിക്കുന്നത്. നിലവിൽ ഇയാളെ വീണ്ടും SIT ചോദ്യം ചെയ്യും എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്തിട്ടുള്ള ആൾ, അയാൾ പറയുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ, തൻ്റെ ഈ ഫോൺ നമ്പർ ഉപയോഗിച്ചത് ആരാണെന്ന കാര്യത്തിൽ അയാൾ വ്യക്തത വരുത്തുന്നത് അത് ബാലസുബ്രഹ്മണ്യൻ, അല്ലെങ്കിൽ അത് തൻ്റെ നമ്പറല്ല, താനല്ല ഉപയോഗിച്ചെന്നുള്ളൊരു വാദമാണ് അയാൾ ഉയർത്തുന്നത്. മറ്റൊരു കാര്യം, തൻ്റെ പേര് പോലും ഇതല്ല, തനിക്ക് കേരളവുമായി യാതൊരു ബന്ധവുമില്ല, ശബരിമലയുമായി പോലും യാതൊരു ബന്ധവുമില്ല എന്ന വാദങ്ങൾ പറയുന്നു. എങ്കിൽ ഇയാളുടെ പേരിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളിലുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ഇയാളുടെ കാര്യമാണ്. അല്ലെങ്കിൽ അയാളുടെ ഒരു ID പ്രൂഫോ അല്ലെങ്കിൽ ആധാർ കാർഡോ പരിശോധിച്ചാൽ വ്യക്തമായ അയാളുടെ പേര് മനസ്സിലാക്കും. പക്ഷേ ഇവിടെ SIT മനസ്സിലാക്കുന്നത് ഇയാളുടെ സ്വന്തം പേരിലല്ല ഇത്തരത്തിലുള്ള ബിനാമി ഇടപാടുകൾ, വജ്ര വ്യാപാരങ്ങൾ, ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഗ്രഹക്കടത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ സ്വന്തം പേരിലായിരിക്കില്ല എന്നാണ് SIT സംശയിക്കുന്നത്. പക്ഷേ ഇയാൾക്ക് കൃത്യമായി ഈ സ്വർണ്ണക്കടത്തുമായി അല്ലെങ്കിൽ വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടതും അത് പറയേണ്ടതും കസ്റ്റഡിയിൽ എടുക്കേണ്ടതും അറസ്റ്റ് ചെയ്യേണ്ടതും ഒക്കെ തന്നെ SITയാണ്. നമുക്കിപ്പോൾ പ്രകടിപ്പിക്കാനുള്ളത് സംശയങ്ങൾ, SITയുടെ സംശയങ്ങൾ മാത്രമാണ്. നിലവിൽ SIT സംശയിക്കുന്നത് ഇയാൾക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട്. നേരിട്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയോ അല്ലെങ്കിൽ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് SIT ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വാമൊഴിയാൽ ലഭിച്ച പരാതിയിൽ ഒരു തെളിവുമില്ലാതെ അല്ല നിലവിൽ ഡി മണിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ദിലീപ് കുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡി എന്ന പേരിൽ തന്നെയുള്ള സങ്കീർണതകൾ, അതൊരു അധോലോകത്തിന്റെ ഭാഗമായുള്ള ഡി ആണോ, ഇനി ദാവൂദിന്റെ ഡി ആണോ, അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡയമണ്ടിന്റെ ഡി ആണോ, തരത്തിലുള്ള വലിയ സങ്കീർണതകൾ ഇതിനിടയിലുണ്ട്. പക്ഷേ ഒരു കാര്യം SIT ഉറപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള ശ്രീകൃഷ്ണനും നേരത്തെ 9ഓളം തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണ്. ഇരുവർക്കും നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പ് ഈ അന്വേഷണ സംഘം അവർ ഇപ്പോൾ മണിയെ ചോദ്യം ചെയ്തപ്പോൾ മണി പറയുന്നു ആ ഡി മണി താനല്ല എന്ന്. ഏതായാലും അന്വേഷണ സംഘത്തിന്റെ സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാലമുരുകൻ എന്ന ഒരാളുടെ പേര് നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നതാണ്. ബാലമുരുകൻ എന്നത് ഈ ഡി മണിയാണോ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മണി പറയുന്നു ബാലമുരുകൻ്റെ പേരിലുള്ള ഫോൺ നമ്പറാണ് താൻ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ആ കണക്ഷൻ്റെ കാര്യത്തിൽ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അന്വേഷണം ഇനി ഏതായാലും ഈ മണിയിലേക്ക് തന്നെ പോകും എന്ന നിലയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ? ദിലീപ് കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നിലവിൽ ഇയാൾ പറയുന്നത് ആ ഫോൺ ഉപയോഗിക്കുന്നത് താനല്ല, അല്ലെങ്കിൽ ഇയാളുടെ പേരിലുള്ള ഫോണാണ് താൻ ഉപയോഗിച്ച് വന്നത്. അത്തരം കാര്യങ്ങളിൽ ഉള്ള വ്യക്തത SITക്ക് മുൻപിൽ ഇയാൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ നടത്തിയിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ച് മറ്റൊരാളുടെ പേര്, അല്ലെങ്കിൽ ഒരു പേര് മാത്രം മാറിയത് കൊണ്ട് ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇയാൾ നടത്തിയിട്ടില്ല. നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ബാലമുരുകൻ എന്നയാൾ, ബാലമുരുകനാണ് ഈ ഡി മണിയുടെ യഥാർത്ഥ പേര് ബാലമുരുകൻ എന്നൊക്കെ ആയിരുന്നു നേരത്തെ വന്നിരുന്ന വാർത്ത. ഏതായാലും ഒരു ബാലമുരുകനുണ്ട്, ഡി മണിയുണ്ട്, ഇതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇന്നിപ്പോൾ ഈ മണി പറയുന്നത്, ദിണ്ടിഗലിൽ ചോദ്യം ചെയ്യലിന് വിധേയനായ ഡി മണി പറയുന്നത് ബാലമുരുകൻ എന്ന ഒരാൾ, അയാളുടെ നമ്പറാണ് താൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഏതാണ്ട് അന്വേഷണ സംഘങ്ങൾ സംശയിച്ച ആ വഴിയിലൂടെ തന്നെയാണെന്ന് തോന്നുന്നു അന്വേഷണം പോകുന്നത്, അല്ലേ മനീഷ്?
ദിലീപ് കുമാർ, നേരത്തെ തന്നെ ഈ ബാലമുരുകൻ എന്നുള്ള പേര് ഇയാൾ പറയുന്നതിന് മുൻപേ തന്നെ SIT പേര് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. നമ്മൾ തന്നെ ആ വാർത്ത കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേരുള്ളതാണ്. പക്ഷേ ഈ പേരിലുള്ള ആൾ യഥാർത്ഥമാണോ, ഇനി ഇയാളുടെ മറ്റൊരു പേരാണെന്നുള്ള കാര്യത്തിലാണ് സ്ഥിരീകരണം വരേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം പേരുകൾ ഇയാൾ ഇപ്പോൾ പറയുന്ന ഇയാളുടെ പേര് MS അല്ലെങ്കിൽ മറ്റു M സുബ്രമണി എന്ന പേര് പറയുന്നത് MS മണി എന്ന രീതിയിലാണ് ഇയാളുടെ പേരെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ പേര്, അതായത് ഇയാളുടെ ഫോൺ ഉപയോഗിച്ച് വന്നത് മറ്റൊരാളാണ്, അല്ലെങ്കിൽ തൻ്റെ ഫോൺ ഉപയോഗിച്ചത് വേറെ ആളാണ്, അല്ലെങ്കിൽ ഈ ഫോണ് മറ്റൊരാളുടെ പേരിലുള്ളതാണ്, അത് ആ പേരാണ് ബാലസുബ്രഹ്മണ്യം. അങ്ങനെ ബാലമുരുകൻ ഈ ബാലമുരുകൻ എന്ന ഒരു കഥാപാത്രം യഥാർത്ഥത്തിൽ ഉള്ളതാണോ, അത് യാഥാർത്ഥ്യമാണോ എന്ന കാര്യത്തിലേക്ക് അടക്കമുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടത് അന്വേഷണ സംഘമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇനി വീണ്ടും ഡി മണിയെ അങ്ങനെ ഇയാൾ പറയുന്ന വാദഗതികൾ അല്ലെങ്കിൽ ഇയാളുടെ മൊഴി വിശ്വസിച്ചുകൊണ്ട് SIT സംഘം നിലവിൽ ഡിണ്ടികളിൽ നിന്ന് മടങ്ങുകയല്ല, അയാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ നമ്മൾ കൊടുത്ത വാർത്ത അനുസരിച്ച് തന്നെ ഈ ശ്രീകൃഷ്ണനെയും ഒപ്പം തന്നെ ഡി മണിയെ ഒരുമിച്ചിരുത്തി ഇന്നോ നാളെയോ തന്നെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ദിലീപ് കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ നേരത്തെ തന്നെ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ നേരത്തെ പങ്കജ് ഭണ്ഡാരി അല്ലെങ്കിൽ ഗോവർദ്ധൻ അടക്കമുള്ള ആളുകളെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോഴൊന്നും അവരെ കസ്റ്റഡി എടുക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അവരെ 2-3 തവണ ആദ്യം ദേവസ്വം വിജിലൻസ് അടക്കം അവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ച ശേഷം പിന്നീട് ഇപ്പോഴുള്ള SIT അടക്കം ഈ ഗോവർദ്ധനെയും ഒപ്പം തന്നെ ഈ പങ്കജ് ഭണ്ഡാരിയെയും നിരവധി തവണ ചോദ്യം ചെയ്ത ശേഷമാണ് അവസാനം കസ്റ്റഡിയിലേക്കും അറസ്റ്റിലേക്കും എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ നടത്തുന്ന ഈ വാദങ്ങൾ അല്ലെങ്കിൽ ഈ മൊഴിയിൽ അത് വിശ്വസിച്ചുകൊണ്ട് SIT മടങ്ങുകയല്ല. വ്യക്തമായ തെളിവുകൾ SITയുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെ അടക്കം വിലയിരുത്തൽ. കാരണം അത്തരത്തിൽ 2 സംഘമായി തിരിഞ്ഞുകൊണ്ട് SIT ഇന്നലെ മുതൽ അന്വേഷണം കേന്ദ്രീകരിക്കുമ്പോൾ ഈ പറയുന്ന ബിനാമി ഇടപാടുകൾ നടത്തിയതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ സംശയം SITക്കുണ്ട്. കാരണം മണി ആര് എന്ന സംശയം ഇപ്പോഴും തുടരുകയാണ്, സസ്പെൻസ് തുടരുകയാണ് ഡി മണിയുടെ കാര്യത്തിൽ. പക്ഷേ ഇന്ന് ചോദ്യം ചെയ്ത ആ മണി പോലെ ഇതിലുള്ള കാര്യങ്ങളെല്ലാം പറയും എന്ന വിശ്വാസം ഇപ്പോഴും അന്വേഷണ സംഘത്തിനുണ്ട്. വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയും തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.